ആ എന്താ പ്രമോദ വല്ല നടക്കുക? നടക്കൂല, എന്താ നടക്കണ്ടേ? അജേട്ടാ, ഈ കുട്ടികളെ നോക്കി, കളർ ലേശം കുറവാണ്, പക്ഷെ നിങ്ങൾ അനിയന് നല്ല മാച്ചായിരിക്കും. ഞാൻ ഇത് നോക്കട്ടെ. പിന്നെന്താ, കളറൊന്നും പ്രശ്നമില്ല, ഒന്ന് ശരിയാക്ക്. അജേട്ടാ, കുട്ടികൾ പഴയ പോലെ ഒന്നല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഹൈ ജോബ് പ്രൊഫൈലുള്ള ആൺകുട്ടികളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അന്നത്തെ പോലെ 10ാം ക്ലാസ്സോ പ്രീ ഡിഗ്രിയോ ആർക്കും വേണ്ടപ്പോൾ വേറൊരു കുട്ടിയുണ്ട്. കുട്ടി അടിപൊളിയാണ്, നല്ല വിദ്യാഭ്യാസം, നല്ല ഭംഗി എന്ന് പറയാൻ എങ്ങനെ പറയാം, അത്രയും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? കുട്ടിൻ്റെ എൻഗേജ്മെന്റ് ഇന്നലെ കഴിഞ്ഞു. അല്ല വേണ്ട, കുഴപ്പമില്ല, ഞാൻ വേറെ നോക്കാം. ഞാനിപ്പോൾ മൈസൂർ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നാളെയോ മറ്റന്നാളായിട്ട് മൈസൂർ പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് എന്തായാലും നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അനിയന് പെൺകുട്ടിയെ ഞാൻ കറക്റ്റ് ആക്കിയിട്ട് വരും. മനസ്സിലായി? അപ്പൊ നിങ്ങളെ മണ്ഡപം എന്താണെന്ന് വെച്ചാൽ എല്ലാം റെഡി ആയിക്കോളും. ഒരു കാര്യം പഠിക്കണ്ട, പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റു. ഓക്കെ, വിശ്വസിക്കാം? പിന്നെ തീർച്ചയായും വിശ്വസിക്കാം. അപ്പൊ ഞാൻ മൈസൂർ ഒന്ന് പോകണം. മൈസൂരോ കൊടകോ എവിടെയായാലും ഇല്ല, പെണ്ണ് ശരിക്ക് തന്നാൽ മതി. അപ്പൊ ശരി, അപ്പൊ ഞാൻ ശരിയായി തരാം. ഓക്കെ. അശോകേട്ടാ, അനിയന് 30 വയസ്സുള്ള പെണ്ണ് തെച്ചാണ്, ഇപ്പം 40 വയസ്സായി, ഒന്നും ശരിയായിട്ടില്ല. അമ്മ പറയാം നീ മെനക്കെടാത്തോണ്ടാണെന്ന്. അമ്മ പറയാം അവന് നല്ല കുടുംബമൊക്കെ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അത് എവിടുന്ന് ശരിയാക്കി കൊടുക്കും? അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കുറേ ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെ പെണ്ണ് കിട്ടാണ്ട് വാട്ടത്തിലൂടെ നടക്കുന്നു. അല്ല, ഈ പഴയതുമല്ല പുതിയതും അല്ലാത്ത ഇടയിലൊരു വിഭാഗമുണ്ട്, അവർക്കാണ് ഈ പെണ്ണ് കിട്ടാത്തതേ. അശോകേട്ടാ, ഇപ്പം അടുത്തൊരു പെൺകുട്ടി ശരിയായതാണ്. ഫാമിലിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉറപ്പിക്കാൻ തീരുമാനിച്ചായിരുന്നു. ആ സമയത്ത് പെൺകുട്ടി ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാന്ന്. എന്തു ചെയ്യും? അതെ, പണ്ടത്തെ കാലമൊന്നുമല്ല, പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ വ്യത്യാസമാണ്. പിന്നെ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യാസമാണ്. പണ്ടൊക്കെ ഒരു പെൺകുട്ടിൻ്റെയോ ആൺകുട്ടിൻ്റെ കല്യാണം ഉറപ്പിക്കണമെങ്കിൽ അത് വീട്ടുകാരും കാരണന്മാരും എല്ലാം കൂടെ പോകും, എന്നിട്ട് അതങ്ങോട്ട് ഉറപ്പിക്കും. പണ്ട് മുത്തിയമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, 3ാമത്തവനെ പെറ്റതിന് ശേഷമാണ് മുത്തപ്പൻ്റെ മുഖം കണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ വീട്ടില്, സ്വന്തം വീട്ടില് കല്യാണത്തിന് മുമ്പ് എന്താ പറയാ അറിയോ? നീ ആരാൻ്റെ വീട്ടിൽ പോകേണ്ടതാണ്, ആരാൻ്റെ മുതലാണ്, നീ അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് നീ 2ാം തരത്തിലാണ് ഇവരെയൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ വളർത്തുന്നത്. ഇനി അഥവാ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലോ, അപ്പം തുടങ്ങി അമ്മായിമ്മ പോരും, നാത്തും പോരും. ഈ ഭർത്താവ് വെറും ഒരു കഥാപാത്രം. ഈ അമ്മായിയമ്മൻ്റെ മകളിനെ മരുമകൻ സ്നേഹിച്ചു പറഞ്ഞാൽ അത് കുടുംബസ്നേഹി. ഈ അമ്മായിയമ്മൻ്റെ മകൻ മരുമകളിനെ സ്നേഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് പെൺകോന്തൽ. എവിടത്തെ ഇതൊക്കെ കണ്ടും കേട്ടിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നത്. പിന്നെ അവരുടെ ഒരു സമയത്തിപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ ജീവിതം സ്വയം തീരുമാനിക്കാനുള്ള അവകാശം അവർ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഒരാളുടെ അടിമയിൽ നിൽക്കാനൊന്നും അവർ താല്പര്യമില്ല. അവർക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത് സ്വാഭാവികം. അവർക്ക് നല്ല പാർട്ട്ണറായിട്ടും നല്ല പോലെ അവരിനെ നോക്കാൻ കഴിവുള്ള ചെക്കന്മാരും ആണെങ്കിൽ മാത്രമേ അവർ കല്യാണത്തിന് ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ അവർ കല്യാണമോ വേണ്ട വെച്ചിട്ട് ജീവിക്കും. അശോകേട്ടാ, ഞാൻ എല്ലാ ജില്ലകളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ ഒക്കെ അന്വേഷിച്ചു, പെണ്ണ് തിരഞ്ഞു വെച്ചു. അവരിങ്ങോട്ട് ചോദിക്കുക പാലക്കാട് പെൺകുട്ടികളെ കിട്ടുമെന്ന്. ഇവർക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ ചാമനേട്ടാ? എടാ, ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നേരെ ബംഗാളിക്കോ നേപ്പാളിക്കോ വിട്ടോ. നീ അതുകളിലും കെട്ടിയിട്ട് നേപ്പാളിയും ബംഗാളിയും മലയാളിയും ഒക്കെ ചേർന്നിട്ട് മംഗാളി കൊണ്ട് നിറയട്ടാ നമ്മുടെ കേരളം.